കിടിലം പടമാണ്, വെടിക്കെട്ട് പടമാണ്. എൻ്റെ എക്സ്പെക്റ്റേഷന് മുകളിലായി. ലാലേട്ടൻ്റെ ആ കൈയൊക്കെ കാണിക്കുന്ന ആ ഒരു സീനുണ്ട്, അതൊക്കെ പ്യുവർ ഗൂസ് ബംസ്, ഒന്നും പറയാനില്ല. വെറും കൂറപ്പടം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏട്ടൻസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വൈശാഖ് പുന്നശ്ശേരി. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മലൈക്കോട്ടെ വാലിബൻ. അതെ, പടം ഇറങ്ങിയിരിക്കുകയാണ്, പോയി കണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ്റെ അത്യുഗ്രൻ പ്രകടനം, ലിജോ ജോസ് പെല്ലശ്ശേരിയുടെ കിടിലൻ ഡയറക്ഷൻ എന്ന് വേണ്ട, ഒന്നും പറയാനില്ല. കിടിലൻ കിടുക്കാച്ചി ഐറ്റം. ലാലേട്ടൻ്റെ 2024 ലാലേട്ടൻ്റെ മാത്രമല്ല, ഇന്ത്യൻ സിനിമ ചരിത്രത്തിലെ തന്നെ ഒരു ഏടായി മാറുകയാണ് മലൈക്കോട്ടെ വാലിബൻ എന്നൊക്കെ പറയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നത്. എനിക്ക് വാതോരാതെ പറയണമെന്നുണ്ടായിരുന്നു പല കാര്യങ്ങളും സിനിമ റിലീസിന് മുമ്പ് വരെ. ഇതിൽ ലാലേട്ടൻ കിടിലമായി ചെയ്തിട്ടുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. അതങ്ങനെ തന്നെയാണ്. ആ ഒരു സ്ഥാനത്തേക്ക്, ആ ഒരു മലൈക്കോട്ടെ വാലിബനായി ലാലേട്ടൻ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഇടയ്ക്കുള്ള ചില സീനുകളൊക്കെ, ലാലേട്ടൻ്റെ ആ കൈയൊക്കെ കാണിക്കുന്ന ആ ഒരു സീനുണ്ട്, അതൊക്കെ പ്യുവർ ഗൂസ് ബംസ്, ഒന്നും പറയാനില്ല. അപ്പോൾ ലാലേട്ടൻ്റെ 100% കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടെയാണ് പിഴച്ചത്? കഥയും കുഴപ്പമില്ലാത്തൊരു കഥയാണ്. പഴയ കാലഘട്ടമായിട്ട് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ബ്രിട്ടീഷ് കാലഘട്ടം എന്ന് നമുക്ക് തോന്നിയായിരുന്നു. അതിൽ നിന്നും കുറച്ച് മാറി പോർച്ചുഗീസ്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു യുദ്ധം, അതൊക്കെ അവരുമായിട്ടുള്ള അടിയും ബഹളമൊക്കെ, അതൊക്കെ നമുക്ക് ട്രെയിലറിൽ തന്നെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വിഷ്വൽ ട്രീറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ എടുത്തിരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. അപ്പോൾ എല്ലാം നല്ലതാണ്. പക്ഷേ എവിടെ പിഴച്ചു? മേക്കിങ്ങിൽ പിഴവ് വന്നത് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ ഭയങ്കര ലാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജ് മുതൽ അങ്ങേ അറ്റം വരെ. ഇപ്പം നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ സീനൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അതുപോലെ ഇൻട്രോയ്ക്ക് വേണ്ടിയുള്ള ഒരു സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ അല്ലേ. എന്നാൽ അല്ല, 20-25 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പടം ഫുൾ ലാഗിങ് ആണെന്നുള്ളത്. ആ ഒരു സൂചന നമുക്ക് തരും. അത് തന്നെയാണ് അങ്ങേ അറ്റം വരെ. ഒരല്പമെങ്കിലും മൂവി ഒന്ന് സ്പീഡ് ട്രാക്കിലോട്ട് മാറി എന്ന് തോന്നുന്നത് അതിൻ്റെ സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു യുദ്ധവും കാര്യങ്ങളും ഒക്കെ, യുദ്ധം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഫൈറ്റ് ഐറ്റംസും കാര്യങ്ങളും ഒക്കെ പൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ വിചാരിച്ചു സിനിമ സിനിമ ഇതാണ് സിനിമ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അത് അടുത്തൊരു ട്രാക്കിലോട്ടാണ് വീണ്ടും പോകുന്നത്. അടുത്തൊരു ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും കുളമാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് എനിക്കും ഭയങ്കരമായിട്ടൊരു ഒരു വിഷമം ഫീൽ ചെയ്തത്. അവിടെയും ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും സിനിമ ഇങ്ങനെ ഇഴച്ചഴിച്ച് പോവുകയാണ്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം സംഭവിച്ചു എന്ന് പറയുന്നത്, പ്രേക്ഷകനുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ്, അല്ലെങ്കിൽ പ്രേക്ഷകനെ കണക്ട് ചെയ്യിക്കാൻ വേണ്ടി ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ മനുഷ്യനെ എടുത്ത് കാണിച്ചിട്ടുണ്ട്, മോഹൻലാലിനെ കാണിച്ചിട്ടുണ്ട്, സ്ക്രീൻ ഫുൾ അങ്ങ് നിറഞ്ഞു നിൽപ്പുണ്ട്. മലൈക്കോട്ടെ വാലിബൻ ആരാണ്? അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് മലൈക്കോട്ടെ വാലിബൻ ആരാണ്, എന്താണ്, അവരുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ്, അതൊന്നും പ്രേക്ഷകരിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ലിജോ ജോസ് പെല്ലശ്ശേരിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ലിജോ ജോസ് പെല്ലശ്ശേരിക്ക് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. പക്ഷേ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും, അത് ഒരു മുഴുനീള സിനിമ ആകുമ്പോഴത്തേക്കും, അതും ലാലേട്ടനെയൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇത്രയും ബിഗ് ബജറ്റിൽ ഇത്രയും ഹൈപ്പ് കൊടുത്ത ഒരു സിനിമ, അത് പ്രേക്ഷകനെ കണക്ട് ചെയ്യാൻ പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ആ സിനിമയുടെ പരാജയം എന്നാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ടുണ്ട്. ആ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ അവസാന നിമിഷം കൊണ്ടുവന്ന് കുത്തിത്തച്ച ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം അവിടെ സിനിമ നിർത്താമായിരുന്നു. ഒരു ഘട്ടത്തിലെത്തിയപ്പോഴത്തേക്ക് നമുക്ക് തോന്നും സിനിമ ഇപ്പോൾ തീരും. അല്ലെങ്കിൽ അതിന് സെക്കൻഡ് പാർട്ടിന് വേറൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു, ഒരു ത്രെഡ് ഉണ്ടായിരുന്നു. അതിനെ ലീഡ് ചെയ്യാതെ അവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അവിടെ വെച്ച് ഇങ്ങനെ ഒരു കട്ടടിച്ച് അതിനങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. അത് സിനിമ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ പടം വളരെ കുറച്ച് എലമെൻസേ ഉള്ളൂ, അത് പോകും.
അപ്പോൾ അവിടെ നിന്ന് സിനിമ ഇതുവരെ വന്നതിൽ നിന്നും വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ് സെക്കൻഡ് പാർട്ടിലേക്ക് വേണ്ടി. ഇമോഷണലി നമ്മളെ ഒന്ന് ടച്ച് ചെയ്യിക്കാൻ വേണ്ടി അതാണ് അതിൽ പറയേണ്ടത്. ഇമോഷണലി പ്രേക്ഷകനെ ഒന്ന് തൊടാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തുറന്നു പറയുന്നത് കൊണ്ട് ഒന്നും തോന്നലും. കാരണം പുള്ളിയുടെ പല സിനിമകളും ഒരു ഭ്രാന്തൻ രീതിയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ പുള്ളി അത്രയും ഡിഫറൻ്റായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം ഡിഫറൻ്റ് ആയിട്ടുള്ള പടങ്ങൾ വന്നത്. ജല്ലിക്കെട്ട് പോലെയുള്ള, ജല്ലിക്കെട്ട് എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പടമാണ്, പക്ഷേ ഓസ്കാർ ലെവലിലേക്ക് പോയ ഒരു പടം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ പടത്തിന് കുറച്ച് മൂല്യങ്ങളുണ്ട്. രണ്ടഭിപ്രായങ്ങൾ എന്തായാലും ഈ പടത്തിന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ വേണ്ടി ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മാസ് പടമൊന്നും അല്ല, ഓക്കെ. എന്നാൽ മാസ് ഉണ്ടോ? അതുണ്ട് താനും. പക്ഷെ അതെല്ലാം എന്തൊക്കെ പറഞ്ഞാലും ഈ എഫക്റ്റും കാര്യങ്ങളും എല്ലാം അതിനകത്തങ്ങ് പോയി, അടിച്ചു പോയി ഗൈസ് എന്ന് പറഞ്ഞതുപോലെയായി. വെറും കൂറപ്പടം എന്ന രീതിയിൽ പോയി കാണാൻ ശ്രമിക്കുക. കിടിലം പടമാണ്, വെടിക്കെട്ട് പടമാണ്, എൻ്റെ എക്സ്പെക്റ്റേഷന് മുകളിലായിരിക്കും ഇതെല്ലാം ചെയ്തു വച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ നീ അവിടെ നിന്ന് ഏഴിച്ച് ഓടും, ആ അവസ്ഥയിലാവും. അതാണ് പടം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വിഷയമായി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.